ആഹാരത്തിനു പോലും വകയില്ലാത്തത്ര ദരിദ്രയായിരുന്നു ആ പെൺകുട്ടി. എന്നിട്ടും പണക്കാരുമായി ബന്ധം സ്ഥാപിക്കാനായി 3 ലക്ഷം രൂപയുടെ VIP ജിം കാർഡ് അവൾ സ്വന്തമാക്കി. സമ്പന്നന്റെ മരുമകളാകുക എന്നതായിരുന്നു അവളുടെ സ്വപ്നം. കാർഡ് പുതുക്കാനെത്തിയപ്പോൾ ഫീസ് 5 ലക്ഷമായി വർദ്ധിച്ചു. മനസ്സു തകർന്നെങ്കിലും ഷൂയെ ചിരിച്ചുകൊണ്ട് പണമടച്ചു. അപ്പോൾ അവളുടെ അക്കൗണ്ടിൽ അവശേഷിച്ചത് വെറും 50 പൈസ മാത്രം. കയ്യിൽ പണമില്ലാതിരുന്നിട്ടും ആ പോരാട്ടം ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായില്ല. ഷൂയ എല്ലാ ദിവസവും പുലർച്ചെ 3 മണിക്ക് ജിമ്മിൽ പോയിരുന്നു. അവളെ കളിയാക്കിയ സഹോദരിയോട് സമ്പന്നതയുടെ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള തന്റെ സ്വപ്നം അവൾ വെളിപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഷൂയ ഒരു സാധാരണ TV ഹോസ്റ്റായിരുന്നു. ഒരു ധനികന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി മാത്രം അവൾ സ്ക്രീൻ ടൈമിനായി മറ്റുള്ളവരുടെ ഡയലോഗുകൾ വരെ മോഷ്ടിച്ചു. അതിനിടെ സമ്പന്നനായ ഗെഞ്ചി അവളെ ടിവിയിൽ കണ്ടു. ജിമ്മിൽ വെച്ച് തന്റെ ശ്രദ്ധ ആകർഷിച്ച അതേ പെർഫെക്റ്റ് ബോഡിയുള്ള പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞു. ഗെഞ്ചിയുടെ അമ്മ അവളെ ശകാരിച്ചെങ്കിലും ഗെഞ്ചിയുടെ കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കി നിന്നു. ഒരു ദിവസം സഹപ്രവർത്തക വസ്ത്രങ്ങൾ തട്ടിയെടുത്തതിനെ തുടർന്ന് ഷൂയയ്ക്ക് ഒരു വില കൂടിയ ഫാഷൻ സ്റ്റോറിൽ പോകേണ്ടി വന്നു. അവിടെ വെച്ച് അവൾ ഗെഞ്ചിയെയും അമ്മയെയും കണ്ടുമുട്ടി. അമ്മ കോപിച്ചു. എന്നാൽ ഷൂയ അതേ ലിമിറ്റഡ് എഡിഷൻ വസ്ത്രം ധരിച്ചപ്പോൾ അവളുടെ സൗന്ദര്യം എല്ലാവരെയും നിശബ്ദരാക്കി. ഗെഞ്ചിയുടെ നോട്ടം അവളിൽ ഉറച്ചു. അമ്മ ധരിച്ച അതേ വസ്ത്രത്തിന്റെ തിളക്കം കുറഞ്ഞുപോയി. വസ്ത്രം സ്പോൺസർ ചെയ്യാമോ എന്ന് ഷൂയ കൗണ്ടറിൽ ചോദിച്ചപ്പോഴാണ് അടുത്ത ഞെട്ടൽ ഉണ്ടായത്. പാടില്ല, ഇത് പ്രശസ്ത താരങ്ങൾക്കു വേണ്ടി മാത്രമാണ് എന്ന് മറുപടി ലഭിച്ചു. അവൾക്ക് 24 തവണകളായി പണം നൽകേണ്ടി വന്നു. അപ്പോൾ തന്നെ പിന്നിൽ നിന്നിരുന്ന ഗെഞ്ചി നിസാരമല്ലാത്ത ചിരിയോടെ മാനേജരോട് പറഞ്ഞു, ഇനി മുതൽ ഈ പെൺകുട്ടി എന്ത് ധരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് കമ്പനി അവൾക്ക് സൗജന്യമായി നൽകും. അവിടെ നിന്ന് ഷൂയയുടെ ഭാഗ്യം മാറിത്തുടങ്ങി.